വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നൊരു കൊച്ചിൻ ട്രിപ്പ് പോവുകയാണ് കേട്ടോ. വെറുതെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു കുഞ്ഞു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഞാനും അജിത്തും കാലത്ത് 7 മണിക്ക് തന്നെ റെഡിയായി ട്രെയിനിലും കയറി സെറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം എത്തി. എറണാകുളം സൗത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇറങ്ങാൻ നോക്കാം. അപ്പം അതൊക്കെയാണ് പോകുന്നത്. കണ്ടോ, KSRTC സ്റ്റാൻഡൊക്കെ കഴിഞ്ഞു. നമുക്ക് പതുക്കെ ഇറങ്ങി നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. ഫുഡ് കഴിക്കാൻ വന്നിക്കുക. ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞങ്ങൾ സൗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ബസ്സിൽ പോവാന്ന് വിചാരിച്ചു. മറ്റേ ഇലക്ട്രിക് സ്കൂട്ടർ റെൻറ്റിന് എടുക്കുന്ന പരിപാടിയൊക്കെ നോക്കി. പിന്നെ വേണ്ട, ബസ്സിൽ കയറാമെന്ന് വിചാരിച്ചു. കുറച്ച് എക്കണോമിക്കലി ഞങ്ങൾ ചിന്തിച്ചു. അപ്പോൾ ഞങ്ങൾ ബസ് കയറാനായിട്ട് പോവാം. പള്ളുരുത്തിയിലോട്ടാണ് കേട്ടോ പോണത്. നമ്മുടെ പള്ളുരുത്തി ഏരിയ. ഇവിടുന്ന് കുറച്ച് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. ഞാൻ കുടയൊക്കെ പിടിച്ചു, ടാനടിച്ച് വൃത്തിയിടാണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് നടക്കാം. നടന്ന് ചോദിച്ച് പോവാം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. പക്ഷെ ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ കണ്ടപ്പോൾ കുറച്ചും കൂടി വലിയ ഷോപ്പാണെന്നാണ് വിചാരിച്ചത്. ചെറിയ ഷോപ്പാണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് സൈസിൻ്റെ ഇഷ്യൂ കാരണം, പല കാരണങ്ങൾ കൊണ്ടും ആകെ കൂടി ഒരു ടോപ്പ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ജീൻസ് നോക്കാനായിട്ട് ടൈം അധികം കിട്ടിയില്ല. സോ ഞങ്ങൾ വേഗം ഇറങ്ങി. ജസ്റ്റ് മാക്സിലൊന്ന് പോയി നോക്കാം. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ കാണണം, പറ്റുമോ നോക്കണം. അങ്ങനെയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വിടാം നമുക്ക്. ഞങ്ങൾ കല്ലൂർ വന്നിറങ്ങി. ഇനി എടപ്പള്ളിയിലോട്ട് പോവാണ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ മീറ്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് എടപ്പള്ളിയിലും കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. സോ നമുക്ക് ലിഫ്റ്റിൽ കയറാം, മെട്രോയിൽ പോവാം. അല്ല, താഴത്തോട്ട്. അജിത്തേ, ഫസ്റ്റ് ടൈമാണോ മെട്രോയിൽ? ഞങ്ങളിവിടെ പഠിക്കുന്ന സമയത്ത് മെട്രോ ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ മെട്രോ, ബസ്
നമുക്ക് എടുക്കാം. ഞങ്ങളിപ്പോൾ ബസ്സൊക്കെ കയറി കലൂർ എത്തി. കലൂർ ടു എടപ്പള്ളി 20 റുപ്പീസ് ആണ് മെട്രോയ്ക്ക് കേട്ടോ. എടുത്തിട്ടുണ്ട്. കയറാൻ നോക്കാം. ഞാൻ കുറേ നാളെ കൊച്ചി മെട്രോയിൽ കയറിയിട്ട്. സോ നമുക്ക് കയറാം. നമുക്ക് ആലുവ ഭാഗത്തേക്കാണല്ലോ. സോ നമുക്ക് ടെർമിനൽ 1 പ്ലാറ്റ്ഫോം 1 പോവാം. സോ നമ്മൾ ഗ്രാൻഡ് മോളിലല്ല മാക്സിലെത്തി കേട്ടോ. ഇനി നമുക്ക് മാക്സിൽ കയറാം. അതാണ് ഇനി അടുത്ത പരിപാടി. ഇവിടെ കയറാം. എല്ലായിടത്തും ഓരോന്നെടുത്തു. മാക്സിൽ നിന്ന് ഞാനൊരു ടോപ്പ് എടുത്തു. ട്രെൻഡ്സിൽ നിന്ന് ഞാനൊരു കുർത്ത എടുത്തു. അതൊക്കെ എടുത്ത് സെറ്റായി ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾക്കൊരു ഷോപ്പിലും കൂടി പോകണം. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഓട്ടോ പിടിച്ചു. കാരണം ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് ഉണ്ട് അവിടേക്ക്. ഏകദേശം നമ്മുടെ പത്തടിപ്പാലം ഭാഗമാണ്. പത്തടിപ്പാലത്ത് ഞാൻ മുന്നേ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുണ്ട്. അതായത് എനിക്ക് ഏരിയ അറിയാം. അപ്പോൾ 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഉച്ചയല്ലേ, നടക്കണ്ട വെച്ച് ഞങ്ങൾ കളമശ്ശേരിയിൽ മിൽമയുടെ ഔട്ട്ലെറ്റിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലമുണ്ട്. ചെമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചെമ്പ് എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നിനക്കറിയോടെ ഈ റെസ്റ്റോറൻറ്റ് ഏതാന്ന്? ഇല്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞിട്ട് ഈ റെസ്റ്റോറൻറ്റ് ഇവർക്കൊക്കെ അറിയാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ചെമ്പ്. ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആദ്യമായിട്ട് ജോലിക്ക് കയറിയത്. ഫസ്റ്റ് ടൈം എനിക്ക് ജോലി കിട്ടിയത് എറണാകുളത്ത് കളമശ്ശേരിയിലായിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു എൻ്റെ ഓഫീസ്. അപ്പോൾ ഓഫീസിലായിരുന്നപ്പോൾ ഞങ്ങളുടെ സ്ഥിരം സ്ഥലമായിരുന്നു അത്. നിങ്ങൾ ആരെങ്കിലും ഈ വഴിക്ക് പോവുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ സ്ഥലമാണ് കേട്ടോ. ടേസ്റ്റ് അതേപോലെ തന്നെ ഉണ്ടോയെന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാം. കുറേ നാളായല്ലോ കഴിച്ചിട്ട്. ഇതെന്താ അറിയും, ബിരിയാണി എനിക്ക് ഇഷ്ടമാവാൻ കാരണം ബിരിയാണി നല്ല ഉപ്പാണ്. അല്ലല്ലോ മാംസം, എനിക്ക് മാംസം ഇഷ്ടമല്ല. ഓഫീസ് നൊസ്റ്റാൾജിയ. ഇതായിരുന്നു എൻ്റെ ഓഫീസ്. അപ്പോൾ ഇവിടെ വരെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു
ആണെങ്കിലും ഞങ്ങൾക്ക് ഓഫൊന്നും ഉണ്ടാവാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചൊന്ന് കാണാൻ വന്നതാ. പക്ഷെ ആരുമില്ല, ക്ലോസ്ഡാണ്. കണ്ടോ, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഓഫീസ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ 4th ഫ്ലോറിലായിരുന്നു എൻ്റെ ഓഫീസ്. 2nd ഫ്ലോറിൽ നമ്മുടെ ZTV ഇല്ലേ, ZTVൻ്റെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സെലിബ്രിറ്റീസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ആയിരുന്ന സമയത്ത്. ഞാൻ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഫുഡ് അടിപൊളിയായിരുന്നു, ആസ് യൂഷ്വൽ. ഒരു മാറ്റമില്ലായിരുന്നു കേട്ടോ. അതേ ടേസ്റ്റ്, അതേ രുചി, അടിപൊളിയായിരുന്നു. ഭയങ്കര ഇഷ്ടം. ഒരു നീണ്ട യാത്രയായിരുന്നു. ഞങ്ങൾ കുസാറ്റൊന്ന് കയറി ആലുവ പോകാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ആലുവ വേണ്ട, സൗത്ത് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കറങ്ങി തിരിഞ്ഞിപ്പോൾ ഞങ്ങൾ എടപ്പള്ളിയിലെത്തി. യാത്രയുടെ വിവരണങ്ങൾ പറയാത്തത് കഴിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആകെ തെറ്റി. എടപ്പള്ളി ഞങ്ങൾ ലുലുവിൻ്റെ അവിടെ ഇറങ്ങി കുറേ നടന്നു. അവസാനം വേണ്ട അവസാനം ദേ ഇവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. 5:50 ട്രെയിൻ വരിക. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യും. എന്താ ഞങ്ങൾ മതിൽ നോക്കിയാൽ കയറിയിരിക്കുന്നത്. നമ്മൾ ഇറങ്ങാനുള്ള സമയമായിട്ടോ. മുമ്പൊന്നും സ്റ്റേഷനെത്തി. നമ്മൾ ഇറങ്ങാൻ നോക്കുകയാണ്. സോ നമ്മളിവിടെ വണ്ടി പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇറങ്ങാൻ നോക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ തൃശ്ശൂരിൽ തിരിച്ചെത്തി. അപ്പോൾ നമ്മളിനി വീട്ടിൽ പോകാൻ നോക്കുകയാണ്. ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വൈൻഡപ്പ് പറയാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. പെട്ടെന്ന് ട്രെയിന് നിർത്തി ഞാൻ ചാടി ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.